ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇപ്പം ജൂബിലിയൊക്കെ ആഘോഷിക്കാറുണ്ട്. നിങ്ങൾ അച്ഛന്മാർ മാത്രമല്ല, ഞങ്ങളും കല്യാണം 25 വർഷത്തിന് പ്രത്യേക സമ്മാനം, 50 വർഷത്തിന് പ്രത്യേക കിരീടമൊക്കെ ഇപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും തരാറുണ്ട്. അപ്പം ഈ ഒരു സ്നേഹത്തിൻ്റെ അല്ലെ വിവാഹത്തിൻ്റെ ഉടമ്പടി നമ്മൾ പണ്ട് ചെയ്തതൊക്കെ ഒന്ന് പുതുക്കാനുള്ളൊരവസരമായിട്ട് ഈ ജൂബിലിയൊക്കെ പലരും കാണാറുണ്ട്. ചിലർ ഒന്നും കൂടി വിവാഹമോതിരം അണിയിക്കുന്നു. അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഞാനിപ്പോൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണെങ്കിലും ഇന്ന് വരെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ വിസ്മരിച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ഒന്നും കൂടെ തുടങ്ങാനുള്ള ഒരു അവസരം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 2024 കഴിഞ്ഞ് 2025 തുടങ്ങുമ്പോഴും നമുക്കെങ്ങനെ ഒന്നും കൂടി ഒന്ന് പുതിയതാവാം? പുതിയ വർഷമാണ്. ഒരു പുതിയ വർഷം നമുക്ക് പുതിയ തുടക്കത്തിന് പറ്റിയ അവസരമാണ്. നമുക്ക് പ്രത്യേകിച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പോകുന്നു. പക്ഷെ ചില ദിവസം നമ്മൾ വെക്കും ഒന്ന് പുതുക്കാനും അത് തുടങ്ങാനും. ബർത്ത്ഡേ, പുതുവത്സരം, ഈസ്റ്റർ, ക്രിസ്മസ്, ഇങ്ങനെ ഓരോ അവസരങ്ങൾ ഒന്നേന്ന് തുടങ്ങാൻ അല്പം കൂടി വീര്യത്തോടെ തുടങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇസ്രയേലിൽ തീർത്ഥാടനം പോകുമ്പം കാണാം, കാനായിൽ ദമ്പതികൾ വിവാഹ വാഗ്ദാനം നവീകരിക്കും, ഒന്നുകൂടെ പുതുക്കി തുടങ്ങാൻ. യോർദാൻ നദിയിൽ മാമോദീസായുടെ പ്രതിജ്ഞ ഒന്നുകൂടെ ഏറ്റിയാലും. അപ്പം അങ്ങനെ ഒന്ന് പുതുക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അത് പുത്തനായിട്ട് തുടങ്ങണം, ജീവിക്കണം, ഇതുപോരാ. കാരണം ജീവിതം ഒട്ടും എളുപ്പമല്ലെന്നറിയാം. വിവാഹ ജീവിതമൊന്നും എളുപ്പമല്ലല്ലോ. കാരണം അതെല്ലാം ഒരു ധാരണയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുന്നുള്ളൂ. ഒരുത്തൻ്റെ കല്യാണത്തിൻ്റെ 50-ാം വാർഷികമാണ്. 50-ാം വാർഷികത്തിൽ ചോദിച്ചു പത്രക്കാർ, ഇത്ര ഭാര്യയും ഭർത്താവുമായിട്ട് രമ്യത ജീവിക്കാൻ എങ്ങനെ പറ്റി? അപ്പം പറഞ്ഞു, വിവാഹത്തിൻ്റെ മധുവിധു ഞങ്ങൾ ആഘോഷിച്ചത് സിംലയിലാണ്. സിംലയിൽ മധുവിധു ആഘോഷിക്കുക. ഇപ്പം 2 കുതിരപ്പുറത്ത്, ഒരു കുതിരപ്പുറത്ത് ഞാൻ, മറ്റേ കുതിരപ്പുറത്ത് ഭാര്യ, ഇങ്ങനെ പോവുക. പക്ഷേ ഭാര്യയുടെ കുതിരയ്ക്ക് ചിലപ്പോൾ ഇളക്കം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ കുതിര എൻ്റെ ഭാര്യയെ കുടഞ്ഞൊറ്റേർ ഭാര്യ താഴെ വിട്ട് കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ ഭാര്യ പറഞ്ഞു, വൃത്തിയായിട്ട് കുതിരെ, നീ കുടഞ്ഞ് താഴെ ഇട്ടല്ലേ, എന്നെ ഞാൻ കാണിക്കും. ഒത്തിരി ഒച്ചയും ബഹളവും വെച്ചു. സാരമില്ലേ, കുതിരയല്ലേ, പോട്ടെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ആളാ കുതിരപ്പുറത്ത് കയറി. ഉച്ച കഴിഞ്ഞപ്പോൾ കൊണ്ട് കുതിര വലിച്ചൊരൊറ്റയേർ തലമുട്ടി താഴെ വീണു. അപ്പം ഈ അരിശം വന്ന ഭാര്യ ചെറിയ കൈത്തോക്കുണ്ടായിരുന്നു, എടുത്ത് 3 വെടി ആ കുതിരയെ കൊന്നു. ഞാൻ പറഞ്ഞു, വെണ്ടാപ്രാണിയെ കൊല്ലാൻ വെടി, മര്യാദ വേണ്ടേ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആദ്യമേ ഈ കുതിര ഇങ്ങനെ കുടഞ്ഞിട്ട് അവൾ പറഞ്ഞു, ക്ഷമിച്ചിരിക്കുന്നു, ഇത് 1-ാം പ്രാവശ്യമാണെന്ന് ഓർത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ക്ഷമിച്ചത്. അപ്പം 2ാമതും കുടഞ്ഞിട്ടപ്പം പറഞ്ഞു 2-ാം പ്രാവശ്യം, 3-ാമത്തെ കുടച്ചിലാണ് ഇതുപോലെ വീണത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇപ്പടി അപ്പടിയാന്നൊക്കെ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, അശിപ്പെടുന്ന കൊള്ളാം, ഇത് 1-ാം പ്രാവശ്യമാണ്. പിന്നെ 50 വർഷം ഒരു വഴക്കം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ സ്നേഹത്തിലും രമ്യതയിലും കടന്നു പോകാൻ. അപ്പം ജീവിതം നമുക്ക് എളുപ്പമല്ല, ഓരോരോ ദിവസവും. അപ്പം അങ്ങനെ വരുമ്പം ഒന്നേന്ന് തുടങ്ങാനുള്ള സാധ്യത എന്നും ഉണ്ട്. കർത്താവ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് പറഞ്ഞ പോലെ, എത്ര പാളിച്ച് പിന്നെ നാളെ പുതിയ ഭർത്താവാകാം, നാളെ പുതിയ ഭാര്യയാകാം. പക്ഷെ അതൊരു എല്ലാവർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത്, ആകെ എല്ലാം മോശമായി, നഷ്ടപ്പെട്ടു, പലതും ഇല്ലാതെ പോയി, അല്ലെ പല പ്രശ്നങ്ങളുമായി, പലരുടെയും പുറകെ പോയി, ഇനിയിപ്പം ഒന്നും കാര്യമില്ല, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, നമ്മൾ അന്ന് കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ലല്ലോ, ഇന്നിങ്ങനെയൊക്കെ ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇങ്ങനെ തുടങ്ങാമെന്നുള്ളതൊരു മോഹന വാഗ്ദാനവും നല്ല വാഗ്ദാനമാണ് കേട്ടോ. ദുഃഖിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഉദാഹരണം, മനുഷ്യന് കുറ്റബോധമുണ്ട്, പാപബോധമുണ്ട്. ബൈബിളിൽ കുറ്റബോധം യൂദാസിനാണ് തൂങ്ങിച്ചത്, പാപബോധം പത്രോസിനാണ്. ആ പത്രോസ് വീണ്ടും സഭയുടെ പോപ്പായിട്ട് മാറി. ഇതുപോലെ വിവാഹത്തിൽ ചെറിയ പാളിച്ച് വരുമ്പോൾ ശരിയല്ലല്ലോ എന്നുള്ളതൊന്നും മതി, ചുമ്മാ കുറ്റബോധമായിട്ട് ഇരിക്കരുത്. ശരിയല്ലല്ലോ, തിരുത്താൻ പറ്റുമ്പം തിരുത്തും. അങ്ങനെ നോക്കിപ്പോയാൽ ദൈവം അവസരവും തന്നുകൊണ്ടിരിക്കും. തിരുത്താനും പറ്റും, തിരുത്തി പുതിയ മനുഷ്യരായിട്ട് മാറാനും പറ്റും. അത് നമ്മൾ ദൈവം അവസരം തരുന്നുണ്ട്, അതിനോട് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊന്ന് പുതുക്കാൻ പറ്റുമോ അത് ഓർത്തോണം. അതെ, അത് ചുമ്മാ വെച്ച് നാളെ പുതുക്കാം ഇന്ന് മുതൽ ഇപ്പം നമ്മൾ ചില കാര്യം ഓർക്കുമ്പോൾ നടത്താനേ ഉള്ളൂ. അതിൻ്റെ അവസരമായിരിക്കും ഭാര്യയുടെ ബർത്ത്ഡേ, ഭർത്താവിൻ്റെ ബർത്ത്ഡേ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ,
വിവാഹ വാർഷികം, ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ, ഇത് ഓരോന്നും അവസരം തരിക നമുക്ക് പുതുക്കാനും തുടങ്ങാനുമായിട്ട്. എനിക്ക് തോന്നുന്നു ദമ്പതികൾക്ക് അവരുടെ വിവാഹ വാർഷികം വരുമ്പം ഓരോ വർഷവും ഒരു പുതുക്കലാവണം. ആകണം. എത്ര വർഷം മുമ്പ് ഈ കൈ പിടിച്ചതാണ്. കാരണം ഞാൻ കരം പിടിച്ചപ്പം കല്യാണത്തിന് ഒട്ടും പരിചയമില്ലാത്ത കൈ, ഇന്നെനിക്ക് ഏറ്റവും പരിചയമുള്ള കൈ അതാണ്. പരിചയമില്ലാത്ത മുഖം, ഏറ്റവും പരിചയമുള്ള മുഖം ഇതാണ്. എന്തെങ്കിലും വീഴ്ച വന്നോ തിരുത്തി ഒന്നേന്ന് തുടങ്ങുന്ന ഒരു പുതിയ ഉണർവിലേക്ക് നമ്മൾ പോകണം. അത് പലയിടത്തും തുടങ്ങാം. ഒന്ന്, സ്ഥിരം നമുക്കിനി കുർബാനയ്ക്ക് പോയേക്കാം, ഒരു പുതുക്കലാണ്. മാസത്തിലൊന്ന് നമുക്ക് ഇനി കുമ്പസാരിച്ചേക്കാം. വൈകിട്ട് ഒരുമിച്ച് കൊന്ത ചൊല്ലിയേക്കാം. ഞാൻ എന്നും വൈകിട്ട് ക്ലബിലൊക്കെ പോകും, പക്ഷേ ഇന്നു മുതൽ പ്രാർത്ഥനാ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. പിള്ളേരെ നീ തന്നെ നോക്കണി, എന്നെക്കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു. ഇന്നു മുതൽ പിള്ളേരെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. ഭാര്യ ഞാൻ ആവശ്യമില്ലാതെ ആവലാതെ പറയുന്നവളാണ്. ഇന്നു മുതൽ അല്പം ഞാനൊന്ന് നാവടക്കം പാലിച്ചേക്കാം, ചില കാര്യം കണ്ടില്ലെന്ന് വെച്ചേക്കാം. ഇങ്ങനെ ഓരോ കൊച്ചു കാര്യവും ഒരു പുതുക്കത്തിൻ്റെ തുടക്കമാണ്. അല്ലാണ്ട് വലിയൊരു ആകാശം ഇടിഞ്ഞു വീഴുന്ന പുതുക്കം നോക്കിയേക്കല്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു പോവുക, അറിയാതൊരു പുതുക്കൽ നമ്മളിൽ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ തിരുത്തലുകൾ അല്ലേ, തിരുത്തി വീണ്ടും പ്രശ്നം വരും, വീണ്ടും പാളിച്ചൊക്കെ വരും അല്ലേ. അത് പ്രാവിനെ കണ്ടില്ല, പ്രാവ് ചെളി പറ്റിയാൽ മണ്ടേ കരുതുന്ന ഒരുമി ചെളി കളയും, വീണ്ടും പോയി ചെളി വീഴും, വീണ്ടും ഒരുമും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതവും വീണ്ടും ചെളി പറ്റും, കഴുകുക, ഒരുമുക, എന്നിട്ട് കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നന്മയ്ക്കായിട്ടത് മാറ്റിവെക്കുക. അപ്പോൾ ജീവിതത്തിലും പലതിനോടും, പല വിയോജിപ്പുകളോടും, പല ഇഷ്ടമില്ലായ്മകളോടും ഒക്കെ നമ്മൾ വിട പറയണം. എന്നാലേ നമുക്ക് ഈ പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാം പുതുതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിട പറച്ചിലിനെ കുറിച്ച് ജീവിതത്തിൽ ഞങ്ങൾ വിട പറയേണ്ടത് ഏതിനോടൊക്കെയാണ്? നമ്മളെ ഈ ഒരുമിച്ചിരുന്ന വർത്തമാനം പറയുമ്പം ചേർന്ന് പോകാവുന്ന കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കണം. ചേർന്ന് പോകുന്ന കാര്യം, അപ്പോൾ ചേർന്ന് പോകുന്ന കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കി കഴിയുമ്പം ഒത്തിരി കാര്യങ്ങളിൽ ഐക്യം വരും. വിയോജിപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മിണ്ടാതിരിക്കുക, അത് ഷെയർ ചെയ്യരുത്. വിയോജിപ്പുകളോട് വിട പറയാൻ നമ്മൾ പഠിക്കണം. അത് പറയും തോറും മനസ്സകലുന്നതല്ലാതെ അടുപ്പത്തിന് കാരണമാകുകയല്ല. യോജിപ്പിക്കുന്നതിനെ ചേർന്ന് നിർത്തുക, വിയോജിപ്പിക്കുന്നതിനെ മാറ്റിക്കളയുക. അപ്പം അങ്ങനെ ചേർന്ന് പോയാൽ മതമൈത്രി ഉണ്ടാവും, ദാമ്പത്യമൈത്രി ഉണ്ടാവും, അകത്ത് ഉള്ളിലൊരു മൈത്രി ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കടമയാണ്, ജോലിയാണ്. എനിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ ഈ തന്നെയും പിന്നെയും പറഞ്ഞിങ്ങനെ ചൊറിഞ്ഞിരിക്കുക എന്ന് പറയും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ലേ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളതാണ് ഇതാണ് ഞാനടക്കമുള്ളവർ ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ശീലം വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നൊരു അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, വേണ്ടായിരുന്നു, ഒഴിവാക്കായിരുന്നു. അപ്പോൾ എങ്ങനെ ഇതൊന്ന് ഓർത്തെടുക്കാൻ ശരിക്കും? അല്ല, ഈ സ്ത്രീകൾ എപ്പോഴും ഓർക്കാനുള്ളത്, ഒരു കാര്യം പ്രതികരിക്കുമ്പം എൻ്റെ ഈ സ്ഥാനത്ത് മാതാവായിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു, ചുമ്മാ ചിന്ത. ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യത്തിൽ മാതാവ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. ഞാൻ മറിയത്തിൻ്റെ മാതൃകയാണല്ലോ. ഇതാണ് ആണുങ്ങൾ ഓർക്കണം. ക്രൈസ്തവ കുടുംബനാഥൻ യോസേപ്പ് പിതാവിൻ്റെ ജീവിതം. അപ്പം ഏതെല്ലാം പ്രതിസന്ധികളിൽ നടന്നാണ് മുന്നോട്ട് പോയതേ. അതുപോലെ ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഞാനും ഇതിങ്ങനെയൊക്കെ ചെയ്തങ്ങ് പോവും എന്നുള്ള ചിന്ത ആണിലും വരണം. മറിയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് സ്ത്രീയിലും വരണം. അങ്ങനെ വന്നു കഴിയുമ്പം ഒത്തിരി പിണക്കങ്ങൾ ഇല്ലാതാവും, വിയോജിപ്പുകൾ ഇല്ലാതാവും, യോജിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാവും. ഒരു സ്ത്രീ തൻ്റേതല്ലാത്ത കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചിട്ട് പോലും യോസേപ്പ് യോജിച്ചു പോയല്ലോ. അത്രയും വലിയ ഇതൊന്നും ഇന്നത്തെ മനുഷ്യർക്ക് ഇല്ലല്ലോ, ഒന്നുമില്ല, യോജിച്ചു പോയി. അതുപോലെ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ഷോക്ക് വരുമ്പം തരുകയല്ല, അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. ഓർക്കണം, ഇപ്പം വിളിച്ചിട്ട് കുറേയേറെ വർത്തമാനം പറയുമായിരിക്കും, എന്നാലും വീട് അത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഈ കെട്ടിയവൻ അല്പം കുടിക്കുമായിരിക്കും, എന്നാലും ദാമ്പത്യ വിശുദ്ധിയുള്ള മനുഷ്യനാണല്ലോ. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്, യോജിക്കാൻ പറ്റുന്നത് കണ്ടെടുത്തിട്ട് ഇഷ്ടമില്ലാത്തതിനെ തള്ളി മാറ്റുക. അത് ചർച്ചാ വിഷയമാകാതിരിക്കുക. ആക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണം വരത്തില്ല.
ഈ നമ്മളിപ്പം പിന്നെ മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണല്ലോ ഒരുപാട് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് വരുന്നവർക്കാണെങ്കിൽ പോലും തിരിച്ച് കുടുംബത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ചിലരിങ്ങനെ പിടിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് പ്രശ്നങ്ങളുണ്ടായി സംശയങ്ങളുണ്ടായി ഒക്കെ പോകുന്നവരൊക്കെയുണ്ട്. അപ്പം അവരോട് മനസ്സിലാകെ ഒരു അകലിച്ച വരുമല്ലോ. അപ്പം അതെങ്ങനെയൊന്നും അപ്പം അന്നേരമാണ് അച്ഛൻ പറഞ്ഞ ഈ സെൻസ് വേറൊരാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച മാതാവിനെ സ്വീകരിക്കാൻ ഔസേപ്പിതാവിനെ പറ്റിയെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും നമുക്ക് അവരോടൊന്ന് പറയുക? അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഓരോരുത്തരെ ജനിച്ചു വളർന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യമാണ് പെരുമാറ്റങ്ങളും വ്യക്തിത്വങ്ങളും രൂപപ്പെടുത്തുക. അവിടെ കുരിശിലെ ക്രിസ്തുവിൻ്റെ മാതൃക ഓർക്കണം. കർത്താവ് പാപികളിൽ ഒരുവനായിട്ട് കൂടെ എണ്ണപ്പെട്ടു. പാപമില്ലാത്തവൻ പാപിയെ പോലെ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരൻ്റെ പാപം ഏറ്റെടുത്ത് സ്വയം അങ്ങ് തീരുകയായിരുന്നു. അപ്പം ഓർക്കണം, ഈ ആളുടെ കുട്ടിക്കാല അനുഭവങ്ങളായിരുന്നു എനിക്ക് കിട്ടിയതെങ്കിൽ ഞാനും ഇയാളെ പോലെ ആകുമായിരുന്നു. ഇവരുടെ ശൈശവ കാലഘട്ട അനുഭവമായിരുന്നു എൻ്റേതെങ്കിൽ ഞാൻ ഇവളെ പോലെ ആകുമായിരുന്നു. അതായില്ലല്ലോ, കാരണം എൻവയൺമെൻറ്റ് മാറിപ്പോയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഓർത്ത് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഹൃദയവും നമ്മൾ സ്വന്തമാക്കണം. ഇവരുടേതായ അവസ്ഥ എനിക്ക് കിട്ടിയ ഞാനും ഇങ്ങനെയാവും, ഇവൻ്റേത് കിട്ടിയ ഞാനും ഇങ്ങനെയാവും. അങ്ങനെ ഓർത്തുകൊണ്ട് നമ്മൾ ഓർഗം ചെയ്യണം, ക്ഷമിക്കണം. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. അതുപോലെ എൻ്റെ ഭർത്താവ് ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നതായിരിക്കും, അറിവില്ലായ്മ കൊണ്ട് ക്ഷമിക്കണം. ഭാര്യ ഇങ്ങനെ വന്നതുകൊണ്ട് ക്ഷമിക്കണം. അങ്ങനെ ഒരു കോംപ്രമൈസ് ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് വീണ്ടും ഒന്നേന്ന് പുതുക്കാൻ പറ്റും. അല്ല, ചിലർ ചിന്തിക്കൂലേ, ഇപ്പോൾ വേറൊരാളെ സ്നേഹിച്ച് ഭാര്യയോ ഭർത്താവ് പോയാൽ എൻ്റെ കുറവും കൊണ്ടാണോ, ഞാൻ കൊള്ളുകയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെ എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, ഒരു കോംപ്ലക്സ് ഇവരിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ചിലർ ഇതൊരു എന്നാലും അതിനോട് ഭയങ്കര ഗ്രഡ്ജാണ്, ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലാത്ത വിധത്തിൽ വരും. പക്ഷേ രണ്ട് കൂട്ടരും അതൊരു മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ ഒരു ഓപ്പൺനെസ് കാണിച്ചാൽ വീണ്ടും ഭംഗിയായിട്ട് പോകാനും പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു കരട് പോലെ കിടക്കില്ലേ എന്ന് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ടാവും ഈ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിരുപാധികം ക്ഷമിച്ച് പോട്ടേന്ന് വെച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാലും ആ മുറിവ് പോവുകയല്ല. കാരണം മുറിവ് കഴിഞ്ഞാലും പാട് കിടക്കും. ഇതുപോലെ എല്ലാത്തിലും അത് എത്ര തവണ കിടക്കും. പിന്നെ അതിനെയും കൂടെ അതിജീവിക്കുന്ന ഒരു ദൈവിക കൃപ വരിക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പം അതിജീവിക്കാനുള്ള ഒരു പരിഹാര മാർഗം ദൈവത്തോട് വർത്താനം പറയുക എന്നുള്ളതാണ്. ഈ തമ്മിൽ പറഞ്ഞപ്പോഴാണല്ലോ ഇഷ്യൂ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, വിയോജിപ്പുള്ള കാര്യങ്ങളാണല്ലോ ഇത്. അതിങ്ങനെ ഒരുപാട് പറയാതിരിക്കുക, അല്ലേ, വിസ്മരിക്കുക. ദൈവത്തോട് മിണ്ടണം. ഇപ്പം ഞാൻ ശാന്തമായിട്ട് പോകുമ്പോൾ ഒരാൾ പറയാണ്, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് മുറിവ്. ഇത് കേട്ടതൊക്കെ പണ്ടുള്ള വളരായിരിക്കും, പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് മുറിവ് വരിക. കേൾക്കുമ്പോൾ നമുക്ക് മുറിവ് വരും. അപ്പം നമ്മൾ അങ്ങനെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കരുത്. വർത്തമാനം പറയുമ്പോൾ മനസ്സിന് മുറിവ് വരുമെങ്കിൽ വർത്തമാനം നമ്മൾ അങ്ങനെയുള്ളവരോട് മിണ്ടാതിരിക്കണം. എന്നിട്ട് ദൈവത്തോട് വർത്തമാനം പറയണം. ദൈവത്തോട് വർത്തമാനം പറയുന്നതാണ് പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന. അങ്ങനെ വർത്തമാനം പറയുമ്പോൾ ചില വർത്തമാനം തിരിച്ച് ദൈവം ഇങ്ങോട്ടും പറയും. എന്നാലും പറയും, സാരമില്ല, നിന്നെ സൃഷ്ടിച്ച് ഞാൻ തന്നെയാണ്, നിൻ്റെ ഈ കെട്ടിയവനെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്, നിൻ്റെ തന്നത് ഞാൻ സ്വീകരിക്കുന്ന പോലെ മോളെ നീയും സ്വീകരിക്കണം. അവിടെ ആരോപണം നമുക്കെതിരെ പറയുകയല്ല, ദൈവം നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു തരും. മോനെ, നിന്നെ സൃഷ്ടിച്ച് ഞാനാണ് നിൻ്റെ പെണ്ണിനെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ എന്നെപ്പോലെ അല്പം കൂടി ഒന്ന് ക്ഷമിക്കണം, സഹായിക്കണം, സഹിക്കണം. അവിടെയാണ് വിജയം. ഞാനത് ഓർത്തു, ഈ ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം നമ്മളൊരു മക്കളെ പോലെയാണല്ലോ. അപ്പോൾ നമ്മൾ മക്കളുടെ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊറുക്കുകയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയാലും നമ്മുടെ കൊച്ചുങ്ങളല്ലേ എന്ന് പറയും. പക്ഷെ ജീവിത പങ്കാളിയുടെ തെറ്റുകളോട് അങ്ങനെ അങ്ങ് കണ്ണടയ്ക്കാൻ നമുക്കൊരു വിമ്മിഷ്ടമുണ്ടല്ലോ, നമ്മൾ പിന്നെയും ക്ഷമിക്കുകയില്ലാത്തവരാണ്. അപ്പോൾ ഏതായാലും മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു 2025 ഞങ്ങൾക്ക് എന്തൊക്കെ കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കാം?
ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നു ചേർന്ന് അവരുടെ ഒരു ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ പുതിയതായി വഹിക്കേണ്ട കുറേ പങ്കുകളെക്കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മക്കളുടെ കാര്യത്തിൽ അവരുടെ ഒരു സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യം അമ്മയും അപ്പനും പറഞ്ഞു കൊടുക്കണം. അമ്മയാണ് കൂടുതൽ അവൈലബിൾ, അമ്മ പറയണം. അപ്പൻ കൈയൊഴിഞ്ഞ് മാറരുത്, അപ്പനും പറയണം. ഉദാഹരണമായിട്ട് ആത്മീയ കാര്യങ്ങൾ അമ്മ ശരിക്കും പറഞ്ഞു കൊടുക്കണം. മക്കൾ അതിൽ ഉഴപ്പ് കാണിച്ചാൽ അപ്പനും ഇടപെടണം. ആത്മീയതയിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെപ്പോഴും അമ്മമാർ ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരി ഇടപെടണം എന്ന് പറയും. പക്ഷെ ഒരു വീട്ടിലെ അപ്പൻ ആത്മീയ കാര്യങ്ങളിൽ സ്ട്രോങ് ആണെങ്കിൽ ഈ അമ്മ സ്ട്രോങ് ആവുന്നതിനെക്കാട്ടിലും ഇരട്ടി എഫക്റ്റ് വരികയില്ലേ? വരും. രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ അമ്മ സ്ട്രോങ് ആകുകയും അപ്പൻ അയയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. അവനെ പഠിച്ചോളും, എന്നെ പള്ളി പൊക്കോളും. അപ്പൻ വീട് നശിപ്പിക്കുന്ന അപ്പനാണ്. ഒപ്പം നിൽക്കുക ആത്മീയതയിൽ. 2, ഒരു ഭൗതിക പരിശീലനം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ. അതിൽ നല്ല ശ്രദ്ധ അപ്പനമ്മയും കൊടുക്കുന്നതായിട്ട് മക്കൾക്ക് തോന്നണം. അതുവഴി എന്ത് സംഭവിക്കും? ഒരു ലക്ഷ്യബോധത്തിലേക്ക് വരും കുഞ്ഞുങ്ങൾ. ലക്ഷ്യബോധം. ഇപ്പം മോനെ എട്ടിപ്പടിക്കുക, നിനക്ക് ആരാകാൻ ആഗ്രഹം? അപ്പനൊന്നും പറഞ്ഞില്ല, അമ്മ പറയുന്ന പോലെ. അങ്ങനെ പറ്റിയാൽ എട്ടിപ്പടിക്കുന്ന കൊച്ചിനും പറയാൻ പറ്റണം. ഞാൻ ഒരു 6 പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, മോനെ നിൻ്റെ ആഗ്രഹം ആരാകാനാ? അവൻ പറയും ഇന്ത്യൻ പ്രസിഡൻറ്റ്. ഞാൻ അല്പം കൂടെ ഒന്ന് കുറച്ച് റേഞ്ച് പിടിക്കാമോ എന്ന് ചോദിച്ചു. ഉപരാഷ്ട്രപതി മതിയോന്ന്. അപ്പം ഇങ്ങനെയുള്ള പിള്ളേരുണ്ട് ഇന്ന്. അപ്പോൾ യാഥാർത്ഥ്യമല്ല, ഒരു നല്ല ഗോൾ മുമ്പിൽ വെച്ച് കൊടുക്കണം. ഒരു വലിയ മലയുടെ മുകൾ ലക്ഷ്യം വെക്കുക, പിന്നെ നടക്കുന്ന സ്റ്റെപ്പേ നോക്കാവും. അങ്ങോട്ട് നോക്കി നടന്നാൽ മടുക്കും. അതുപോലെ നല്ല ലക്ഷ്യബോധം മക്കൾക്ക് കൊടുക്കുക. അങ്ങനെ നല്ല ആധ്യാത്മികത, നല്ല അറിവ്, നല്ല ലക്ഷ്യബോധം, അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാലേ ആ മക്കൾ നാടിൻ്റെ നന്മയായിട്ട് മാറും, നമുക്ക് ഉപകാരമായിട്ട് മാറും. ആ രീതിയിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാം. ഇനി എന്താണ് 2025 ഒരു ദാമ്പത്തിക ജീവിതത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾക്കായിട്ട് അച്ഛന് ഇതുവരെ പറയാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയാനുള്ളത്? വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് നമുക്കങ്ങനെ പറയാനൊന്നുമില്ല. അത് ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ വഴികൾ കണ്ടെത്തുക എന്നുള്ളൂ. കാരണം നമ്മളൊക്കെ റെവറി പോലെ പുറത്തല്ലേ. അകത്ത് ജീവിക്കുന്നവർ തിരിച്ചറിയണം എവിടെയാണ് കുറവ്. ആ കുറവ് കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള ആവേശം ഒരു ഭാര്യയിൽ വേണം, ഭർത്താവിൽ വേണം. യഥാർത്ഥ പങ്കാളികളായി ഞങ്ങൾ മാറണം. അതായത് ചിലപ്പം ഇന്ന് വരെ കാണാതിരുന്നതായ ഒന്ന് കാണാൻ പറ്റിയാൽ അത് ഞാൻ ജീവിക്കുക എന്നുള്ളതാണ്, ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ഉള്ളറയുടെ ജീവിതമാണ്. പുറലോകം കാണാത്ത പലതും ദമ്പതികൾ തമ്മിൽ കാണും, അനുഭവിക്കും, അറിയും. അപ്പം അങ്ങനെയുള്ളവർ അവിടെ എവിടെയാണോ തിരുത്തൽ ആവശ്യം, കറക്ഷൻ ആവശ്യം, അത് നോക്കി ജീവിച്ചു പോകും. അല്ല, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് മൊത്തം അറിയാം, ഇവരെ നമ്മൾ മൊത്തത്തിൽ പഠിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനൊന്നും അല്ലല്ലോ. ഇനിയും ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുണ്ട്. ജീവിതം ഒരു വലിയ ചുരുളാണ്. അത് നിവർന്ന് വരും. 50 വർഷം നിവർന്നു, 60 നിവർന്നു, 10 വർഷം ദാമ്പത്യം, 25 വർഷം ദാമ്പത്യം, അങ്ങനെ നിവർന്ന് അവസാന മരണം വരെ ഇത് നിവർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അശ്വ ഇത് പണ്ടേ അറിഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് ചിലപ്പം പറയുന്ന അവസരം ഉണ്ടാവും. സത്യത്തിൽ പെർഫെക്ഷനേക്കാളേറെ ഇംപെർഫെക്ഷൻസിൻ്റെ കളിയല്ലേ അച്ഛാ കുടുംബജീവിതം? അതെ. മൊത്തം ചിന്തിക്കുമ്പം ഇതിൻ്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഒന്നും കൂടെ ബെറ്റർ ആകാമായിരുന്നു തോന്നുന്ന വഴികൾ തന്നെയല്ലേ ഉള്ളത്. ഇഷ്ടം പോലെ. ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞു പോയവർ? ഒന്നുമില്ല. ഇല്ലല്ലോ. എല്ലാവർക്കും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്ഷനാണ്. നമ്മൾ ദൂരെ നിന്ന് മല നോക്കുമ്പോൾ മല നല്ല രസമാണ്. മലയുടെ മുകളിൽ സൈക്കിൾ പോലെ തോന്നും. ഒരു കാലം അപ്പുറത്ത് ഇപ്പുറത്തും ഇരിക്കും, അങ്ങനെയാണ് മല നിൽക്കുന്നത്. പക്ഷെ മല കയറുമ്പോഴറിയാം എവിടെയാണ് ആ കാലിരിക്കുന്നത് അല്ലേ. മല എങ്ങനെ എന്തെല്ലാം കല്ലും മണ്ണും ഒക്കെയാണ് അന്നാലേ അറിയുള്ളൂ. അല്ല, ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പുറമേ ഉള്ളവരെല്ലാവരും പറയുമ്പോഴും അകമേ എത്ര പാടാണല്ലേ മെയ്ഡ് ഫോർ ഈച്ച് അതറും ബെറ്റർ ഹാഫും ഒക്കെ ആവാൻ. അതെ, അത്ര എളുപ്പമല്ല. ഒട്ടും തന്നെ എളുപ്പമല്ല ജീവിതത്തിൽ. പിന്നെ എല്ലാവരും അവൻ്റെ ലോകത്ത് അങ്ങനെ അങ്ങ് ജീവിച്ച് ക്രമീകരിച്ച് പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എളുപ്പമല്ല ജീവിതം. കാരണം 2 ചുറ്റുപാടിൽ നിന്ന് വന്നവരാ, 2 സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്.
അപ്പോൾ അവർ ഒരുമിക്കണമെങ്കിൽ കുറേയേറെ പരസ്പരധാരണ ആവശ്യം. ഇന്നെന്തുകൊണ്ടാണ് തിരുസഭയിൽ വിവാഹത്തിൻ്റെ ഒരുക്ക സെമിനാറുകൾ, ഒരുക്ക ധ്യാനങ്ങൾ നടത്തുന്നത്? പരമാവധി ഒന്ന് അറിഞ്ഞിട്ട് അവനെ കെട്ടിയാൽ മതി, അറിഞ്ഞിട്ട് കെട്ടിയാൽ മതി. ചില കണ്ടിട്ടുണ്ട് വിവാഹത്തിൻ്റെ പ്രീമാരിജ് കോഴ്സിന് പോയിട്ട് ചില പെണ്ണുങ്ങൾ അയ്യോ അവനെ വേണ്ട. കാരണം അന്നേരം മുതൽ അളിഞ്ഞ വർത്താനവും അഴുക്ക് വർത്താനവും സെക്സിൻ്റെ ടോക്സും ഒക്കെ ആരംഭിക്കുമ്പോൾ അവൾക്ക് തോന്നും വേണ്ട. അവൾ അതെ പെങ്ങളോടും വീട്ടുകാരും അധികമൊന്നും മിണ്ടുമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് നമ്മുടെ ലോകമാണ്, പൊസസീവാകും. അവൻ ഇവളെ കെട്ടുന്നില്ല. വക്കത്തത്തിൽ മാറിയവരെ അറിയാം. കാരണം അറിയുമ്പോഴാണ് ഇതാണല്ലോ പ്രത്യേകത. അല്ലേ പറയും താലി കെട്ടിയിട്ടാണെങ്കിൽ എന്നെ എടുത്തേനെയും. അങ്ങനെ മാറുന്ന മനുഷ്യരുമുണ്ട്. അപ്പം നമുക്ക് സ്വയം പഠിക്കുക, അറിയുക, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് എൻ്റെ ലൈഫിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുക. നരകമാക്കാൻ എളുപ്പമാണ്, സ്വർഗമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും പുതുതായി വീണ്ടും തുടങ്ങട്ടെ. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ ഉടമ്പടി നവീകരിക്കട്ടെ. അപ്പോൾ പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു ഫാദർ. താങ്ക് യു.